عليكم ورحمة الله. بسم الله الحمد لله اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു തർഹീബ് മിനൽ മസാവിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളെ വിശദീകരിക്കുന്ന ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സമിഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ്ഖ അലൈഹി. ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ, തൻ്റെ ഉമ്മത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിലായത്ത്, ഒരു അധികാരം കിട്ടിയാൽ ഫശഖ്ഖ അലൈഹിം, അതുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫശ്ഖുഖ് അലൈഹി, അല്ലാഹുവേ നീ അവരെ വിഷമിപ്പിക്കണേ എന്നാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിലെല്ലാം അറിയപ്പെടുന്ന കാര്യമാണ്. ഭരണം ലഭിച്ചാൽ ആ ഭരണം ഉപയോഗിച്ച്, തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആളുകളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്താൻ പരിശ്രമിക്കുന്ന പലവിധം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമുക്കതിന് സ്വാധീനമില്ല എന്ന് കണ്ടാൽ നമ്മളിൽ നിന്നുള്ള പല കാര്യങ്ങളും അയാൾ അതുകൊണ്ട് നേടിയെടുക്കാൻ പോലും അയാൾ പരിശ്രമിക്കും. അത്തരത്തിലുള്ള ആളുകൾക്കുള്ളൊരു താക്കീതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എതിരെയായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കൊരു ഭരണം കിട്ടി, ഒരു നാടിൻ്റെ ഭരണമാകട്ടെ, ഏതുതരം ഭരണമാകട്ടെ, ആ ഭരണം കൊണ്ട് ആളുകൾക്ക് ലക്ഷ്യം വെക്കേണ്ടത് അവർക്ക് നന്മ നൽകണമെന്നാണ്. ഈ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹി ഫർഫുഖ് ബിഹി എന്നാണ്. ആർക്കെങ്കിലും ഒരു ഭരണം കിട്ടി, അയാൾക്കൊരു റിഫ്കോട് കൂടി, അഥവാ അയാളെ ഒരു നൈർമല്യത്തോടു കൂടി അയാളോട് ആരാണോ പ്രവർത്തിക്കുന്നത്, അല്ലാഹുവേ അവരോട് നീ നൈർമല്യത്തോടു കൂടി പ്രവർത്തിക്കണേന്നാണ്. അപ്പോൾ ഒരു ആളോട്, ഏതൊരാൾക്കും ഭരണം കിട്ടിയാൽ ആളുകളെ പ്രയാസപ്പെടുത്താനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവർക്കെല്ലാം അനുയോജ്യമായ, അവർക്കെല്ലാം ഏറ്റവും ഹൃദയത്തിന് വിശാലതയുണ്ടാകുന്ന, സന്തോഷം സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് പല ആളുകളെ കൊണ്ടും ഇത്തരത്തിൽ ഇന്ന് നാട്ടിലുള്ള പല ആളുകളെ പ്രയാസപ്പെടുത്തുന്ന, പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലൊക്കെ കാണാം, ഉയർന്ന ഉദ്യോഗസ്ഥരായ ആളുകൾ മറ്റുള്ള ആളുകൾക്ക് പിടിപ്പത് പണി, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയെല്ലാം നൽകുന്നതും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവരെ കൊണ്ടൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ അടിമകളായ ആളുകൾ. ഈ അടിമകളുടെ വിഷയത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം കാണാം, നിങ്ങൾ അടിമയെ അധികമായി കൊണ്ട് പണിയെടുപ്പിക്കരുതെന്നാണ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അയാളെ പണിയെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അയാളുടെ കൂടെ സഹായിയായി വർത്തിക്കണം എന്നാണ്. അയാൾക്ക് എന്തെങ്കിലും ഒരു കഠിനമായ പണിയാണെങ്കിൽ നിങ്ങളും കൂടെ കൂടിക്കൊണ്ട് അയാളെ ആ ഒരു കഠിനമായ പണിയിൽ നിന്നും ഒരു ലഘൂകരണം നിങ്ങൾ കൊടുക്കണമെന്നൊരു അടിമയുടെ വിഷയത്തിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഇത് കേവലം ഒരു നാട്ടിലുള്ള ഭരണാധികാരിക്ക് മാത്രമല്ല, ഒരു നാടിൻ്റെ ഭരണാധികാരി എന്നത് പോലെ തന്നെ ഒരു കമ്പനിയുടെ മാനേജർ, അതുപോലെ തന്നെ ഒരു കമ്മിറ്റി, ഏതൊരു വിഭാഗമുണ്ടെങ്കിലും അവർക്കൊരു ഭരണീയരാണ്. ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഭരണീയരാണ്. നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം, ഭാര്യയുടെയും സഹോദരിമാരുടെയും ഇവരൊക്കെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മളും ഭരണീയരാണ്. നമ്മളും അവർക്ക് ഏറ്റവും നല്ല നൈർമല്യത്തോടുകൂടി പെരുമാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവർക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അത് നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും, ഈ ഭരണത്തിൽ, ഇസ്ലാമിക ഭരണത്തിലൊക്കെ ഉണ്ടാകും, ഒരാൾ മോഷ്ടിച്ചു, അയാളെ കൈവെട്ടണം, ഇവർക്ക് തോന്നിപ്പോവാണ് ധാരാളം പ്രയാസപ്പെടുത്തലാണല്ലോ തോന്നിപ്പോയാൽ അത് ശരിയല്ല. അത് ഇസ്ലാമിക് അങ്ങനെ നിയമമാക്കിപ്പെട്ടുള്ളതാണ്. അത് അയാൾ അനുഭവിച്ചേ തീരും. അതുപോലെ തന്നെയാണ് ഇപ്പം വീട്ടിലൊരാൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ കുട്ടിക്ക് തോന്നിപ്പോകണം, എൻ്റെ ഉപ്പ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തും. എന്തിനാ പ്രയാസപ്പെടുത്തുന്നത്? 5 വഖത്ത് പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നു. അതൊന്നും ഒരു പ്രയാസപ്പെടുത്തലല്ല, അത് പ്രയാസമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. എന്നാൽ അതല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആളുകൾക്ക് എപ്പോഴും
ഒരു റിഫ്ക്കുണ്ടാക്കാൻ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് അത്രയും താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ചെറിയ വിഷയത്തിൽ പോലും ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത്. തൻ്റെ ഉമ്മത്ത് എങ്ങനെയെങ്കിലും ആ ഒരു പ്രയാസം കാരണം ദീൻ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യങ്ങൾ, ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ പിന്നെ ആളുകളൊക്കെ ദീൻ ഒഴിവാക്കി പോവുക ചെയ്യും. വേറെ പ്രയാസ കാരണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ആദ്യം ഒഴിവാക്കാൻ ശ്രമിക്കുക, ആ ദീനാണ് ഒഴിവാക്കി പോകാനാണ് ശ്രമിക്കുക. കാരണം അവർ ചിന്തിക്കും ഈ പ്രയാസം എനിക്ക് ഉണ്ടാകാൻ കാരണം ഈ ദീനാണ്, എങ്കിലാണ് ഈ ദീനിത ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു പോകാൻ കാരണമാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം ആളുകളോട് കൂടിയാലോചിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് ആ ആളുകളെ പരമാവധി അതിൽ പിടിച്ചു നിർത്താൻ വേണ്ടി, ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഏതൊരു കാര്യത്തിനും എന്താണ് നമ്മൾ പ്രവർത്തിച്ചത് അതിന് തത്തുല്യമായിക്കൊണ്ട് ആ പ്രതിഫലം ഉണ്ടാകും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ്. ഒരാൾക്കുള്ള പ്രതിഫലം അയാൾ ചെയ്ത കാര്യത്തിന് തത്തുല്യമായിക്കൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അയാൾ നാട്ടിലെ ആളുകളെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ അള്ളാഹുവെ നീയും അയാളെ പ്രയാസപ്പെടുത്തണേ, അയാൾക്ക് നന്മ വരുത്തുന്നുണ്ടോ അള്ളാഹു നീയും അയാൾക്ക് നന്മ വരുത്തണേ. തുല്യമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിനും ഒരു തെളിവായിക്കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാത്രമല്ല, ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, തന്നോടൊരാൾ ആക്രമിച്ചാൽ തത്തുല്യമായിക്കൊണ്ട് നമുക്കും തിരിച്ച് പ്രതികരിക്കാം എന്നുള്ളതിന് ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഒരാൾ പ്രയാസപ്പെടുത്തണമെങ്കിൽ അള്ളാഹുവേ നീയും അയാളെ പ്രയാസപ്പെടുത്തണേ എന്നാണ്. അപ്പൊ നമ്മളെ ഒരാൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായിക്കൊണ്ട് വിട്ടുകൊടുക്കലാണ് ഏറ്റവും നല്ലത്. അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം. എന്നാൽ തിരിച്ചു പ്രതികരിക്കാൻ ഒരു മനുഷ്യനാണ്, സ്വാഭാവികമായി തിരിച്ചു പ്രതികരിച്ചു പോകും. എങ്കിലും പ്രതികരിക്കുന്നതിൽ കുറ്റമൊന്നുമില്ല, തത്തുല്യമായിക്കൊണ്ടായിരിക്കണം, അതിൽ അധികരിക്കാൻ പാടില്ല എന്നുള്ളതിനും തെളിവായിക്കൊണ്ട് ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കീഴിലുള്ള ഭാര്യമാരാകട്ടെ, മക്കളാകട്ടെ, നമ്മുടെ ഭരണീയരാകട്ടെ, നമ്മുടെ കീഴിലായിക്കൊണ്ട് ഭരണം നമുക്ക് ലഭിക്കുന്ന ഏതൊരു മേഖലയിലും കൃത്യമായിക്കൊണ്ട് അവർക്കൊരു വിഷമമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ളൊരവസ്ഥയാണ് ഭരണീയർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ നിലപാടുകൾ എടുക്കാനും ആളുകളെ ദീനിലേക്ക് അടുപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.